വിയ്യൂർ ജയിൽ പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ വീണ്ടും പിടിയിൽ. 2 മാസം ഒളിവിൽ കഴിഞ്ഞ ബാലമുരുകനെ പിടികൂടിയത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച്. പിടിയിലായത് തെങ്കാശിയിൽ വെച്ച്. റഷ്യ യുക്രൈൻ സമാധാന പദ്ധതി നിർണായക ഘട്ടത്തിൽ. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. ചർച്ചകളിൽ പുരോഗതിയെന്ന് സെലൻസ്കി. പുടിനുമായി ഫോണിൽ സംസാരിച്ച് ട്രംപ്. ശബരിമല സ്വർണ്ണക്കൊള്ളയും PM ശ്രീയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചെന്ന് CPIM സംസ്ഥാന സമിതിയിൽ വിലയിരുത്തൽ. ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം വിനയായെന്നും വിമർശനം. തിരുത്തൽ നിർദ്ദേശങ്ങൾ സംസ്ഥാന സമിതി തീരുമാനിക്കും. CPI നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ടൂറിസ്റ്റ് വാൻ ബൈക്കിലിടിച്ചു മറിഞ്ഞ് അപകടം. 7 പേർക്ക് പരിക്ക്, 3 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് നാഗർകോവിലിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോയ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും. യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെയെന്ന് കണ്ടെത്താൻ തീവ്രശ്രമം. ഡി മണിയും സുഹൃത്തുക്കളും നാളെ SITക്ക് മുന്നിൽ ഹാജരായേക്കും. മുഖ്യമന്ത്രി പോറ്റി AI ഫോട്ടോ കേസിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ്. ഇന്ന് ചേവായൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം. വന്നില്ലെങ്കിൽ വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ ആലോചന. ക്വാറം തികയാത്തതിനാൽ മാറ്റിവെച്ച കോട്ടയം എരുമേലി പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് പദവി ST സംവരണമായതോടെ ഭൂരിപക്ഷം കിട്ടിയിട്ടും അംഗമില്ലാത്ത പ്രതിസന്ധിയിലാണ് UDF. വോട്ടെടുപ്പ് അടുത്ത മാസം 12ലേക്ക് മാറ്റിയ 3 വാർഡുകളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും ഇന്ന്. ആലപ്പുഴയിൽ പക്ഷിപ്പനിക്ക് പിന്നാലെ ചിക്കൻ വിഭവങ്ങളുടെ വിപണനം തടഞ്ഞതിൽ പ്രതിഷേധവുമായി ഹോട്ടൽ ഉടമകൾ. പ്രശ്നപരിഹാരത്തിന് കളക്ടർ വിളിച്ച ചർച്ച ഇന്ന്. തീരുമാനമായില്ലെങ്കിൽ നാളെ മുതൽ ഹോട്ടലുകൾ അടച്ചു പ്രതിഷേധിക്കുമെന്ന് ഉടമകൾ. രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ഇന്നെത്തും. ട്രിവാൻഡ്രം ഫെസ്റ്റിലെ സ്നേഹസംഗമത്തിൽ CP രാധാകൃഷ്ണൻ മുഖ്യാതിഥി. നാളെ ശിവഗിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനത്തിലും പങ്കെടുക്കും. ഉന്നാവോ ബലാത്സംഗ കേസിൽ CBI ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. പ്രതി കുൽദീപ് സർഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച നടപടി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. ഡൽഹി ഹൈക്കോടതി വിധി യുക്തിഹീനമെന്ന് CBI വാദം. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന നിലപാടിൽ അതിജീവിത. ബാറ്റിംഗ് വെടിക്കെട്ട് കണ്ട 4ാം T20യിലും ശ്രീലങ്കൻ വനിതകളെ തോൽപ്പിച്ച് ഇന്ത്യ. കാര്യവട്ടത്തെ ജയം 30 റൺസിന്. സ്മൃതി മന്ദാന കളിയിലെ താരം. പരമ്പരയിലെ അവസാന മത്സരം നാളെ.